പൈനാപ്പിൾ വെട്ടാം. പൈനാപ്പിൾ വെട്ടാം. ഇവർക്കൊന്നും അറിയില്ല പൈനാപ്പിൾ എങ്ങനെ വെട്ടണ്ടെന്നുള്ളത്. ഇവരൊക്കെ ആദ്യമായിട്ട് ഈ പൈനാപ്പിൾ കാണുന്നത്. അപ്പൊ പണ്ട് ഇവരുടെ കുടുംബത്തിൽ 10-25 പിള്ളേരൊക്കെ ഉണ്ടായി കൊണ്ട് ഇതൊന്നും കാണാൻ കിട്ടിയിട്ടില്ലെന്നാ പറയണേ. 10-25 പിള്ളേര് എടാ, അത് നല്ലോണം കറക്റ്റ് ആയിട്ട് കണ്ടിക്കടാ. ആ ചെറിയ വശം നോക്കി. വലിയ കത്തി ഉടനേറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് പൈനാപ്പിൾ കണ്ടിക്കാൻ അറിയാ. ഒന്നും അറിയില്ല. ഈ തല ഇത്രയും വലിയ തല മാത്രമേ ഉള്ളൂ. സാധനം അറിയില്ല. ഞാനാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പിന്നെ അവിടെ ഒരു പൈനാപ്പിൾ ഇപ്പോഴേക്ക് കാണാം. 2 മിനിറ്റ് ചുമ്മാ തള്ളു പറയണേ, വെറുതെ തള്ളി മറിക്കാനായിട്ട്. ഒന്നും അറിയില്ല ഇവരൊക്കെ. ഇത് ആദ്യമായിട്ട് ഈ സാധനമൊക്കെ കാണുന്നത്. ഇതിനൊക്കെ ഞങ്ങള് കൈതച്ചക്കാന്നൊക്കെ പറയും, അന്നാരച്ചക്കാന്നൊക്കെ പറയും. ഇവർക്ക് അതൊന്നും അറിയൊന്നുമില്ല. നീ അറിയില്ല എന്ന് പറയാനായിട്ട് നീ എന്താ 50 കൊല്ലമായിട്ട് ജനിച്ച് 50 കൊല്ലം ജനിച്ച് അവനാ. ഞാനാണോ നിന്റെ അമ്മ, നീയാണോ എന്റെ അമ്മ? ഇവിടെ ഒന്ന് കിടന്നോപ്പാ. ഉറുമ്പാടാ, ഉറുമ്പ്. എവിടെ പോയാലും ഞങ്ങളുടെ അടുത്ത് പൂച്ചയുണ്ടാവും. ചമ്പക്കര പോയാലും ഉണ്ടാവും, ഇവിടെ വന്നാലും ഉണ്ടാവും, എവിടെ പോയാലും ഉണ്ടാവും. പാവം, അതുങ്ങളെ സ്നേഹിക്കാൻ പിന്നെ ആരുള്ള. ആ പൂച്ച കണ്ട ചമ്പക്കരയിൽ നിന്നത്, അതിന് നമ്മളെ അറിയ പോലുമില്ല. എന്നിട്ട് അത് വന്നാ കണ്ടിട്ട്. പിന്നെ ബാക്കിയെല്ലാം പട്ടിയും പൂച്ചയൊക്കെ അഡ്രസ് വെച്ച് പേരും നോക്കി ഇതൊക്കെ നോക്കിയിട്ടല്ലേ വന്ന്. എടാ മറ്റുള്ള എല്ലായിടത്തെ പൂച്ചകളൊക്കെ വല്ലതും നമ്മള് കാണുമ്പോ തന്നെ നമ്മുടെ അടുത്ത് വരുവോ? അത് കണ്ടില്ലേ? ഞാൻ ഹെൽമെറ്റ് വെച്ച സമയത്ത് അത് വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ 28-ന് വന്നിട്ട് ചോറിൽ നിന്ന് ഒരു പവന്റെ മാലയും കൊടുത്തിട്ടാ പോയത്. എടാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനത്തെ. എടാ ആ പൂച്ച ഞാൻ ഹെൽമെറ്റ് വെച്ച് വിളിച്ചപ്പോ നീ പറയില്ലേ ഇപ്പൊ വരൂന്ന് പറഞ്ഞില്ലേ വിളിച്ചപ്പ. അത് കഴിഞ്ഞ് ഞാൻ ഹെൽമെറ്റ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത് ഓടി വന്നാണ്ട. ഞാൻ എന്നിട്ട് അതിന്റെ പുറത്ത് അതിന്റെ തലയിൽ തടകി കൊടുത്തല്ല. അതിന്റെ പുറത്ത് കയറിയിരുന്നു. തലയിൽ ഇങ്ങനെ തടകി കൊടുത്തല്ല. ഞാൻ വന്നപ്പോ നോക്കി അതിനിച്ചിട്ട് മീൻ കൊടുക്കാന്ന് നോക്കി. പക്ഷെ അതിനെ കണ്ടില്ല. നല്ല ഭംഗിയുള്ള പൂച്ച. എന്ത് രസം അതിനെ കാണാൻ. അതിന് കരച്ചില് പോലും പുറത്തോട്ട് പോയി. പിന്നെ സാമ്പാറില്ലേ രസം ഉണ്ടാവാനായിട്ട്. നല്ല ഭംഗി. എടാ മതി. ഇങ്ങനെയാണ് പൈനാപ്പിൾ എത്തേണ്ടത്. ഇവരൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ഒന്നും പോയിട്ടില്ല. ഈ കൈ വരല് അത് കഴുകണം. കഴുകിട്ട് നല്ല വട്ടത്തിൽ കട്ടിക്കണം. കണ്ടാ പകുതി പണി നമ്മളാ. കൊണ്ടാ ഞാൻ കഴിക്കോളാം. നല്ല കഴുകി തന്നാ മതി. ഇവരൊക്കെ ഇപ്പൊ വളർത്തണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെക്കാലൊക്കെ നല്ല ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ 2 അടിയും കൊടുത്ത് അവിടെ ഇരുത്താം. ഇതൊക്കെ വളർന്ന് വലുതായി പോയി. ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറഞ്ഞാലും കേൾക്കൂല, ഒന്നും കേൾക്കൂല. പണിക്ക് പോണമെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 7:59 എണീക്കണ ആൾക്കാരാ. മനുഷ്യൻ രാവിലെ എണീറ്റ് കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് വേണം പോവാനായിട്ട്. കത്തിയൊക്കെ കണ്ടിട്ടുണ്ടോ? കത്തിയൊക്കെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പഴാ കാണണം. മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തിന്നാം. ടെസ്റ്റർ ഒന്നുണ്ട്. ടെസ്റ്റർ ഇത് വട്ടം കണ്ടിക്കണേ. വീഡിയോയിലേ ഉപ്പുമുളകൊക്കെ തേച്ചിട്ട് തിന്നണുണ്ട്. അപ്പൊ അത് ഇപ്പോഴൊന്നും അങ്ങനെ തിന്നാൻ പാടില്ല. ഇവർക്കൊന്നും അറിയില്ലെന്നേ. ഇവരൊക്കെ പണ്ട് ഈ കണ്ട കഞ്ഞി മോട്ടക്കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ തിന്നാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാ. ഇതൊരു വലിയൊരു സാധനം ഉണ്ട്, ഒരു ആറ്റം ബോംബ് സാധനം. എന്റെ പൊന്നോ, വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാടുമില്ല, വീടുമില്ല, നാട്ടുകാരും ഇല്ല, ബോംബെ ഇല്ല, ഒന്നുമില്ല എന്ന് പറയണ കേട്ടാ. അപ്പൊ നമ്മളിവിടെ മാങ്ങാക്കാര്യം പറയുകയാണെങ്കിൽ അവിടെ തേങ്ങാക്കാര്യം പറയും. പിന്നെ അതിന്റെ ഇടയ്ക്ക് അങ്ങ് അമേരിക്കയിൽ ബോംബിട്ട കാര്യം വരെ പറഞ്ഞു കളയും. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി. ഞാൻ ഇനി വരുമ്പോ കാണിച്ചു തരാം ആ സാധനത്തിന്. പിന്നെ അതിൻ്റെയൊക്കെയാണ് ബാക്കി. ഇങ്ങനെയാണ് പൈനാപ്പിൾ മുറിക്കേണ്ടത്. ഈ പൈനാപ്പിളിന് എന്തൊക്കെ ഗുണമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാട്ടാ. എനിക്കറിയില്ല. ഞാനൊക്കെ പണ്ട് പൈനാപ്പിളൊക്കെ ആരും കൊണ്ടൊക്കെ തോട്ടത്തിൽ കയറി ഇങ്ങനെ പോകും. പച്ചയും പറിച്ചുകൊണ്ട് വരും. നമുക്ക് അറിയില്ല. ഇവരൊക്കെ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സംശയം. ഇവർക്കൊന്നും അറിയില്ലെന്നേ. എല്ലായിടത്തും
അമ്മ പറയുന്നത് മോൻ കേൾക്കും. ഇവിടെ നേരെ തിരിച്ചാ, മോൻ പറയുന്നത് അമ്മ കേൾക്കണമെന്ന്. അല്ലെങ്കിൽ സ്ഫോടനം നടക്കൂല. ഇനി ഉപ്പ മുളക മഞ്ഞപ്പൊടിയാ വച്ചിട്ട് തിന്നു എന്റെ പരിപാടി അതിനുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബാച്ചൻ. പിന്നെ ഇവിടെ വീട്ടിൽ കയറ്റിക്കെടുത്ത് പാലും പഴവും ബിസ്ക്കറ്റും ഇവന് വേണ്ടി കൊറോണ ടൈമിൽ മുതൽ തൊട്ട് 1 കിലോ ചാള എങ്ങും ഇല്ലാണ്ട് പോയി മേടിച്ചു കൊടുത്ത മുതല. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതേ ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നേക്കോ തെണ്ടി തിരിഞ്ഞ്. എന്നിട്ട് വന്നിട്ട് മീൻ ചോദിക്കില്ല, ഇങ്ങത്താ പോരട്ടേന്ന്. ഈ വാതക്കപ്പടി വന്ന് കൈയും കാലും ഇട്ട് അടിച്ച് വന്ന് നൊലോളിക്കില്ല. എന്ത് ചെയ്യാനാ? അപ്പം ഇങ്ങനെയാണ് പൈനാപ്പിൾ മുറിക്കേണ്ടത്. അപ്പം പൈനാപ്പിൾ മുറിക്കണത് എങ്ങനെയാണെന്ന് ഇനി അറിയില്ലാത്തവർ ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതോടെ ടാറ്റ ബൈ ബൈ. ഇനി ബിരിയാണി ഉണ്ടാക്കണുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഇടാം. ടാറ്റ.